വെൽക്കം ടു ഡേ 28. ഡേ 28 ആയി. 2 ദിവസം കൂടെ ബാക്കിയേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സ്വന്തം സൺഡേ ആണ്. അപ്പോൾ നമുക്കെന്തായാലും എണീക്കാം. ഞാൻ ബ്രഷും ചെയ്തിട്ടില്ല. ബ്രഷൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. നല്ല സുഖമുണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ കിടക്കാൻ. ഇനി കുറച്ച് മുമ്പേ എന്നെ എണീറ്റിട്ടോ. ഒരു 7:30 7:45 കണ്ണു തുറന്നു. പക്ഷെ പിന്നെ ഞാൻ കണ്ണടച്ച് കുറച്ച് നേരം കൂടെ കിടന്നു. പിന്നെ ഇങ്ങനെ എണീറ്റ് കണ്ണടച്ചു അങ്ങനെ കളിക്കുമായിരുന്നു. 7:30 വരെ ഒരൊറ്റ ഇറക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എണീക്കാം. നമുക്ക് പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ വെള്ളം കുടിക്കാം. 500 ml വെള്ളം. കമോൺ. Cheers. ഗോതമ്പ് ഉപ്മാവാണ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പം എല്ലാം ഗോതമ്പ് വെച്ചിട്ട്, ഗോതമ്പ് പുട്ട്, ഉപ്മാവാണെങ്കിൽ ഗോതമ്പ് ഉപ്പുമാവ്, പിന്നെ ചപ്പാത്തി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിനായിട്ടും വീട്ടിൽ. അപ്പം പിന്നെ ലൈക്ക് പ്രശ്നമൊന്നുമില്ല, ലൈക്ക് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. കാരണം ഗോതമ്പിൻ്റെ ആണല്ലോ. അപ്പം നമ്മൾ ഗോതമ്പ് ഉപ്മാവ് ആൻഡ് പഴം ആണ് കഴിക്കാൻ പോകുന്നത്. അത് കഴിക്കാം. അപ്പം എന്തോ പറയാൻ വന്നല്ലോ. വെള്ളം കുടിച്ച് തീർത്തിട്ടില്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞാണ്. ഞാൻ വെള്ളം കുടിച്ച് തീർത്തിട്ട് നമുക്ക് ആ സംഭവം കഴിക്കാം. ഓക്കെ. നമ്മൾ സ്നാക്കും കഴിച്ചിരിക്കുകയാണ്. അതും കഴിച്ച് തീർത്തു. മാങ്ങ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങയ്ക്ക്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇനിയിപ്പം ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾക്കായിട്ട് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ പോകണം. അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം പിന്നെന്താ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവർ വിളിച്ചു നോക്കിയിട്ട് അവർ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുമ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയുന്നതായിരിക്കും. പിന്നെ ഇതുണ്ട്. പിന്നെന്താ പിന്നെ ഓർമ്മ വരുമ്പോൾ ഞാൻ വന്ന് പറയാം. ഇപ്പം ഞാൻ പോയിട്ട് ഈ സാധനം എഡിറ്റ് ചെയ്യട്ടെ. ഇത് ഞാൻ അവനെ നമ്മ വെച്ചതാ. ലിപ്സ്റ്റിക് ആയതാ. ഓഫേ അയ്യോടാ, പാവുണ്ടോ. അയ്യോ ഡാ, ഇങ്ങോട്ട് നോക്കട്ടെ. ചളി പിടിച്ചിരിക്കുക. ലഞ്ച് ടൈം. It's Kappa biryani, guys. Arey va. Kappa biryani. No. Chakka biryani. ഞാൻ ഓർത്ത് കപ്പ ബിരിയാണിയാണ്. ഓക്കെ. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കൂടി കട്ട്ലേറ്റ് ഉണ്ടാക്കി. അത് എയർ ഫ്രൈ ചെയ്ത ഹെൽത്തി കട്ട്ലേറ്റ്. ഓക്കെ, അതുണ്ടാക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ അതുണ്ടാക്കിയത് അത്യാവശ്യം സക്സസ്ഫുൾ. ഈ എണ്ണയിൽ പൊരിച്ച പോലെ അത്ര കറുത്ത് വന്നിട്ടില്ല പുറത്തിങ്ങനെ, പക്ഷേ നല്ല ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിനി ചായക്ക് കഴിക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 2:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. വൈകുന്നേരത്തേക്ക് കഴിക്കാമല്ലോ എന്നോർത്ത് ഉണ്ടാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം എന്താ ചെയ്യുന്നത്, കുറച്ച് കോളേജിൽ കുറച്ച് കാര്യം നോക്കാണ്ട് അത് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ ഒരു നാപ്പ് എടുക്കും. ഇന്ന് സൺഡേ ആണ്, സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടാവില്ല മിക്കവാറും. എന്നിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ കോഫി അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കട്ട്ലേറ്റ് കഴിക്കും. ഓക്കെ. ഇത് അമ്മ മറ്റേ കോഫി ഇതിൽ നമ്മൾ കോഫി ഉണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. ആരാധകരെ ശാന്തരാക്കിയെന്ന് പറ. അപ്പം നമ്മൾ ഈ ഡിസൈൻ കണ്ടിട്ട് എവിടെയാണെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ചായയുടെ സമയം കഴിഞ്ഞിട്ട് കോഫിയായിരുന്നു കുടിച്ചത്. കോഫിയുടെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പിന്നെ ഇവിടെ അങ്ങിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് നോക്കി ശരി ഇന്ന് ഇവിടെ ആവാം ഓർത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടുപേരും കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചിട്ട് പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് നിങ്ങളോടൊന്ന് പറയുന്നതായിരിക്കും.